ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെർട്ടെക്സ് ഇൻഡിപെൻഡന്റ് സെറ്റിനെ കുറിച്ചും അതിന്റെ കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറംസിനെ കുറിച്ചായിരുന്നു. ഇനി അടുത്ത എഡ്ജ് ഇൻഡിപെൻഡന്റ് സെറ്റ്. ഒരു എഡ്ജിന്റെ സെറ്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നതും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളൊക്കെയാണ്. ഫസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് ഒരു എഡ്ജിന്റെ സെറ്റ് എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. എ സബ്സെറ്റ് ക്യാപിറ്റൽ എം ഓഫ് ദി എഡ്ജ് സെറ്റ് ഇ ഓഫ് എ ലൂപ്ലെസ് ഗ്രാഫ് ജി ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് ഇഫ് no two edges of M are adjacent in G. അതായത് ഇ എന്ന് പറയുന്ന എഡ്ജ് സെറ്റ് ഉണ്ട്, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്താണ്, ലൂപ്ലെസ് ആണ്. അപ്പൊ ഇനി ഈ എം എന്ന് പറയുന്ന എഡ്ജ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? ഈ എമ്മിലുള്ള എഡ്ജുകളൊന്നും എന്തല്ല, അഡ്ജസെന്റ് ആയിട്ടുള്ള എഡ്ജുകളല്ല. ജി എന്ന് പറയുന്ന ഗ്രാഫിലെ അഡ്ജസെന്റ് അല്ലാത്ത എഡ്ജുകളാണ് എമ്മിലുള്ളത് എന്നുണ്ടെങ്കിൽ ഈ എം എന്ന് പറയുന്ന സെറ്റിനെ, എഡ്ജുകളുടെ സെറ്റിനെ നമ്മൾ എന്ത് പറയും? ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയും. അതുപോലെ തന്നെ അടുത്തൊരു ടേമാണ് മാച്ചിങ്. എ മാച്ചിങ് ഇൻ ജി ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് എഡ്ജസ്. മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഇൻഡിപെൻഡന്റ് എഡ്ജുകളുടെ ഒരു സെറ്റ്, കളക്ഷൻ. എ മാച്ചിങ് ഇൻ ജി ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് എഡ്ജസ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഡ്ജുകളുടെ ഒരു സെറ്റിനെയാണ് എന്ത് പറയാ? മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഡ്ജുകളുടെ കളക്ഷനെയാണ് അല്ലെങ്കിൽ ഒരു സെറ്റിനെയാണ് മാച്ചിങ് എന്ന് പറയാം. എ മാച്ചിങ് ക്യാപിറ്റൽ എം ഓഫ് ജി ഈസ് മാക്സിമം ഇഫ് ജി ഹാസ് നോ മാച്ചിങ് എം ഡാഷ് വിത്ത് കാർഡിനാലിറ്റി ഓഫ് എം ഡാഷ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് എം. അപ്പൊ ഒരു മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഡ്ജുകളുടെ കളക്ഷനെയാണ് അല്ലെങ്കിൽ ഒരു സെറ്റിനെയാണ് നമ്മൾ മാച്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു മാച്ചിങ് മാക്സിമം എന്നെപ്പോഴാ പറയാം? ഒരു എം എന്ന് പറയുന്ന ഒരു മാച്ചിങ് ആണെങ്കിൽ അതിന്റെ ഒരു കാർഡിനാലിറ്റി ഉണ്ടാവും, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് എം. അതിനാണ് നമ്മൾ കാർഡിനാലിറ്റി ഓഫ് എം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ഒരു മാച്ചിങ് മാക്സിമം ആണെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, വേറെ ഒരു മാച്ചിങ് എം ഡാഷ് നമുക്ക് കണ്ടെത്താൻ പറ്റരുത്. ഏത് പ്രോപ്പർട്ടിയുള്ള കാർഡിനാലിറ്റി ഓഫ് എം ഡാഷ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് എം ആയിട്ടുള്ള ഒരു മാച്ചിങ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എമ്മിനെ നമ്മൾ എന്ത് പറയും? മാക്സിമം ആണെന്ന് പറയും. അതുപോലെ തന്നെ കഴിഞ്ഞ ഇതിൽ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കവറിങ് അല്ലെ, വെർട്ടെക്സ് കവറിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? എഡ്ജ് കവറിങ് ഉണ്ട്. ആൻഡ് എഡ്ജ് കവറിങ് ഓഫ് ജി ഈസ് എ സബ്സെറ്റ് ക്യാപിറ്റൽ എൽ ഓഫ് ഇ സച്ച് ദാറ്റ് എവരി വെർട്ടെക്സ് ഓഫ് ജി ഈസ് ഇൻസിഡന്റ് ടു സം എഡ്ജ് ഓഫ് എൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എഡ്ജ് കവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്ന എഡ്ജുകളുടെ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ എഡ്ജുകളുടെ സെറ്റാണ് ക്യാപിറ്റൽ ഇ. ആ ക്യാപിറ്റൽ ഇന്റെ ഒരു സബ്സെറ്റ് ആണ് ക്യാപിറ്റൽ എൽ. ഇനി ഇതിനെപ്പോഴാണ് എഡ്ജ് കവറിംഗ് എന്ന് പറയാ? സച്ച് ദാറ്റ് എവരി വെർട്ടെക്സ് ഓഫ് ജി ഈസ് ഇൻസിഡന്റ് ടു സം എഡ്ജ് ഓഫ് എൽ. ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്, എല്ലിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജിന്റെ ഇൻസിഡന്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയും? എഡ്ജ് കവറിംഗ് എന്ന് പറയും അല്ലെ. ആൻഡ് എഡ്ജ് കവറിംഗ് ഓഫ് ജി എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എന്തായിരുന്നു? മിനിമം ഡിഗ്രി ഓഫ് എ ഗ്രാഫ്. മിനിമം ഡിഗ്രി ഓഫ് എ ഗ്രാഫ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? കവറിംഗ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ? ഡെൽറ്റ ഈക്വൽ ടു 0 ആണ്. ഒരു വെർട്ടെക്സ് ഉണ്ട്, ഒരു ഗ്രാഫിലെ ഒരു വെർട്ടെക്സ് ഉണ്ട്, അതിന്റെ ഡെൽറ്റ 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്, അതിലേക്ക് എഡ്ജ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ എഡ്ജിന്റെ എൽ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഐസൊലേറ്റ് ചെയ്ത് തരുന്ന വെർട്ടെക്സ് ഇൻസിഡന്റ് ആയിട്ടുള്ള ഒരു എഡ്ജും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എന്താണ് അങ്ങനത്തെ കേസിൽ, അതായത് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 അല്ലാത്ത കേസിലൊന്നും എന്ത് ഉണ്ടാവില്ല? എഡ്ജ് കവറിംഗ് ഉണ്ടാവില്ല. അപ്പൊ എഡ്ജ് കവറിംഗ് ഉണ്ടെങ്കിൽ എന്താവണം? നമ്മുടെ ഡെൽറ്റ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് എഡ്ജ് ഇൻഡിപെൻഡന്റ് എപ്പോഴാണ് ഒരു സെറ്റിനെ, എഡ്ജിന്റെ ഒരു സെറ്റിനെ ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. അതുപോലെ എന്താണ് മാച്ചിങ്? സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് എഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയാം? മാച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു മാച്ചിങ് എപ്പോഴാണ് മാക്സിമം ആവുക? ഒരു മാച്ചിങ് എം എന്ന് പറയുന്ന ഒരു മാച്ചിങ് മാക്സിമം ആയി കഴിഞ്ഞാൽ അതിനേക്കാളും കാർഡിനാലിറ്റി കൂടിയ ഒരു എം ഡാഷ് എന്ന് പറയുന്ന വേറൊരു മാച്ചിങ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ എഡ്ജ് കവറിംഗ്. എഡ്ജ് കവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു എഡ്ജിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഒരു എൽ എന്ന് പറയുന്ന സെറ്റ് എഡ്ജ് കവറിംഗ്, ജിയുടെ എഡ്ജ് കവറിംഗ് ആണെന്ന് പറയണമെങ്കിൽ ജിയുടെ ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് ഈ എല്ലിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജുമായിട്ട് ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള വെർട്ടെക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? എഡ്ജ് കവറിംഗ് എന്ന് പറയും.